നമുക്കൊപ്പം ഇപ്പോൾ കോഴിക്കോട് രൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. പിതാവെ, അപ്രതീക്ഷിതമായൊരു വിയോഗമാണ്. തിരിച്ചു വരും, നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ. പക്ഷേ അവസാന ഈസ്റ്ററിലും പാവപ്പെട്ടവർക്ക് വേണ്ടി, പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി യുദ്ധങ്ങൾ നിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിയോഗം. ശരിയാണ്. നമ്മളെല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത്. ജമല്ലി ഹോസ്പിറ്റലിൽ അദ്ദേഹം തിരിച്ചു വന്നു. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ന്യൂസാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അല്പം മുമ്പ് മരിച്ചു എന്ന വാർത്തയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നെ ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം കഴിഞ്ഞ 12-ാം തീയതി എന്നെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയത് ഈ മാർപ്പാപ്പയാണ്. ഒരുപക്ഷെ ഒരു ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം അവസാനം ഒപ്പുവെച്ചൊരു പേപ്പറായിരിക്കണം എന്റേത്. ഞാൻ എത്രമാത്രം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ എത്രമാത്രം ഞാൻ വേദനിക്കുന്നു എന്നറിയാമോ? എന്നെ ഒരു ആർച്ച് ബിഷപ്പാക്കി തീർത്ത ഈ മാർപ്പാപ്പയുടെ ദേഹവിയോഗം എന്നെ വളരെയധികം സങ്കടപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് നിത്യശാന്തി നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയ പ്രവാചകനാണ് അദ്ദേഹം. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും അദ്ദേഹത്തെ അംഗീകരിച്ചു. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി, പ്രത്യേകിച്ച് ദരിദ്രരിലേക്ക്, കഷ്ടപ്പെടുന്നവരിലേക്ക്, വേദനിക്കുന്നവരിലേക്ക്, പാർശ്വവൽക്കരിക്കുന്നവരിലേക്ക്, മൈഗ്രൻസിലേക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു ധീരനായ പ്രവാചകനായിരുന്നു ഫ്രാൻസിസ് പാപ്പ. അത് മാത്രമല്ല, ഒരു ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു ആധ്യാത്മികതയാണ് അദ്ദേഹം സഭയെ പഠിപ്പിച്ചത്. അതിൽ നമുക്ക് വളരെയധികം ചരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാട് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, ദുഃഖിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ വേർപാട്, ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകുമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് വിശ്വസിക്കുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് ഇത്രമാത്രം കടന്നു ചെല്ലണമെന്ന് പറഞ്ഞ അപൂർവം മാർപ്പാപ്പ ഒരാളാണ്. മാത്രമല്ല, അദ്ദേഹം എടുത്ത പേര് തന്നെ ഫ്രാൻസിസ് എന്നായിരുന്നു. അത് രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയുടെ പേരാണ് അദ്ദേഹം എടുത്തത്. അതായത് പാവങ്ങളിലേക്ക് കടന്നു ചെന്ന് പാവപ്പെട്ടവരായിട്ട്, ദരിദ്രരായിട്ട് ലാളിത്യത്തോടുകൂടി ജീവിച്ച ഫ്രാൻസിസ് അസീസിയെ പോലെ താനും ജീവിക്കുമെന്ന് പഠിപ്പിച്ച് അതുപോലെ ജീവിച്ച വ്യക്തിത്വമാണ് ഈ ഫ്രാൻസിസ് പാപ്പ എന്ന് ഞാൻ പറയുന്നത്. അദ്ദേഹം മരിക്കയില്ല, നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിക്കും. അദ്ദേഹം പഠിപ്പിച്ച എല്ലാ തത്വങ്ങളും, തത്വശാസ്ത്രങ്ങളും നമ്മളെയൊക്കെ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.